എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി 2 മാസത്തോളമാണ് എക്സാമിനേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷമുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വിവിധ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട എക്സാമിനേഷൻസ് ആണ് JEE, അതുപോലെ തന്നെ നാറ്റ, നീറ്റ്, അതുപോലെ തന്നെ ക്വറ്റ്, അതുപോലെ തന്നെ കീം എന്നിങ്ങനെയുള്ള എക്സാമിനേഷൻസ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ള ഡീറ്റെയിൽസും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞ ശേഷം എഴുതുന്നത് ഈ ഒരു നിങ്ങൾക്ക് ഈ ഡിഗ്രി കോഴ്സുകൾ അതായത് പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻസിൻ്റെ ഒക്കെ രജിസ്ട്രേഷൻ വരിക ഏകദേശം ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ഈ ഒരു മാസങ്ങളിലായിട്ടാണ് എക്സാമിനേഷൻ വരിക. അപ്പോൾ ഇതിന് വിദ്യാർത്ഥികളുടെ +2വിൻ്റെ മാർക്ക് മാത്രമാണ് പരിഗണിക്കുന്നത്. +1ൻ്റേത് പരിഗണിക്കുന്നില്ല. +1ൻ്റേത് കൂടി പരിഗണിക്കുന്നത് ആകെ ഡിഗ്രി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ബാക്കിയെല്ലാം ഈ ഒരു +1ൻ്റെ കോഴ്സിൻ്റെ ആ ഒരു മാർക്ക് മാത്രമാണ് പരിഗണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കോഴ്സുകളുടെയും ആ ഒരു ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിനേഷൻസ് വഴിയൊക്കെ നിങ്ങൾക്ക് പ്രവേശനം നേടുന്നത് എളുപ്പമാകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് JEE എക്സാമിനേഷൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് പറയാം. JEE എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ JEE മെയിൻ എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ JEE അഡ്വാൻസ് എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് JEE മെയിൻ എന്ന് പറഞ്ഞുകൊണ്ടും JEE അഡ്വാൻസ് എന്ന് പറഞ്ഞുകൊണ്ടും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വിവിധ NITകൾ അതുപോലെ IIITകൾ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പ്രവേശനം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു JEE മെയിൻ അതുപോലെ JEE അഡ്വാൻസ് എന്നിവ നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു 2 സെക്ഷൻസ് ആയിട്ടാണ് ഈ ഒരു JEE മെയിൻ എക്സാമിനേഷൻ നടത്താറുള്ളത്. ആദ്യ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ ഓൾറെഡി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അടുത്ത സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് വരിക. അതിൻ്റെ എക്സാമിനേഷൻ ഏപ്രിലാണ് ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു JEE എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NIT അതുപോലെ തന്നെ IIIT അതുപോലെ തന്നെയുള്ള ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രവേശനം നേടാൻ സാധിക്കും. അപ്പോൾ JEE മെയിൻ എക്സാമിനേഷനിൽ എലിജിബിൾ ആവുന്ന ഏകദേശം 2.5 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് JEE അഡ്വാൻസ് എഴുതുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ JEE അഡ്വാൻസ് നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും IITകൾ അതുപോലെ തന്നെ IIITകൾ അതായത് നിങ്ങൾ കേട്ടിരുന്ന മദ്രാസ് NIT അതുപോലെ തന്നെ IIT ഇതുപോലുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പ്രവേശനം നേടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു JEE മെയിൻ വഴി അതായത് JEE അഡ്വാൻസ് വഴി പാസ്സായിട്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പ്രവേശനം നേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു JEE എന്നുള്ള എക്സാമിനേഷൻ. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു എക്സാമിനേഷൻ്റെ അടുത്ത സെഷനിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നാറ്റ എക്സാമിനേഷൻ. അപ്പോൾ ഈ നാറ്റ എന്ന് പറഞ്ഞാൽ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആർക്കിടെക്ചർ കോഴ്സിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നാറ്റ എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. അപ്പോൾ ഇത് NTA ആണ് ഈ ഒരു എക്സാമിനേഷൻ, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. നിങ്ങളുടെ +2ൻ്റെ ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി മാത്സ് എന്നിങ്ങനെയുള്ള ആ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് ഏകദേശം 50% മാർക്കാണ് വാങ്ങിക്കേണ്ടത്. ഈ ഒരു 50% മാർക്ക് നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ ആയിട്ടുള്ള കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അതിൽ ഇളവുണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നന്നായിട്ട് നിങ്ങളിപ്പോൾ +2 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നാറ്റ എക്സാമിനേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതിയിട്ട് പാസ്സാവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്ത എക്സാമിനേഷനാണ് നീറ്റ് എന്ന് പറയുന്നത്. നീറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് MBBS അതുപോലെ തന്നെ BDS അതുപോലെ ആയുർവേദ ഇതുപോലുള്ള ഹോമിയോപ്പതി ഇതുപോലുള്ള കോഴ്സുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം നേടുന്നതിന് വേണ്ടിയിട്ടാണ് നീറ്റ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കേരളത്തിൽ ഈ ഒരു മെഡിക്കൽ കോളേജുകളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നീറ്റിന് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ കീം എക്സാമിനേഷൻ അതായത് കീം 2024 എക്സാമിനേഷന് കൂടി രജിസ്ട്രേഷൻ നടത്തണം. കീമിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു കേരളത്തിൽ പ്രവേശനം നേടാൻ സാധിക്കുള്ളൂ. കാരണം ഈ ഒരു നീറ്റിൻ്റെ സ്കോർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കീം വഴി വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ കോളേജുകളിലേക്ക് പ്രവേശനം നൽകപ്പെടുക. അതുകൊണ്ട് തന്നെ നീറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ കീം എക്സാമിനേഷന് കൂടി രജിസ്ട്രേഷൻ ചെയ്യണം. കീമിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഒന്നുമില്ല, നീറ്റിൻ്റെ സ്കോർ മാത്രമേ പരിഗണിക്കുള്ളൂ. അതുപോലെ നീറ്റിന് നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയ്ക്കാണ് നിങ്ങൾക്ക് 50% മാർക്ക് വാങ്ങിക്കേണ്ടത്. അതായത് റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു മാർക്കിൽ ഇളവുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമിനേഷൻ എഴുതാനിരിക്കുന്ന മുൻ വർഷങ്ങൾ +2 തോറ്റിട്ട് ഇപ്പോൾ +2 പരീക്ഷ എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ മുൻ വർഷങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ നടത്താം. ഈ ഒരു എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് വരിക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. കാരണം NTA.ac.in എന്നുള്ള വെബ്സൈറ്റിലാണ് ഈ ഒരു സാധാരണഗതിയിൽ ഈ ഒരു നീറ്റിൻ്റെ ആ ഒരു അപേക്ഷ വരാറുള്ളത്. ആ ഒരു അപേക്ഷ വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം
കീം എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് ഈ ഒരു എഞ്ചിനീയറിംഗ്, അതായത് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഫാർമസി, അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ. നേരത്തെ പറഞ്ഞതുപോലുള്ള ഏകദേശം 16ഓളം കോഴ്സ് ഉണ്ട്. അതായത് ഈ ഒരു ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അതുപോലെ തന്നെ MBBS, BDS, ഫോറസ്ട്രി, വെറ്റിനറി, അതുപോലെ ഫിഷറീസ്, അതുപോലെ തന്നെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, BTech, ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള ഇത്രയും കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് ഈ ഒരു കീം എക്സാമിനേഷൻ വഴിയാണ്. നേരത്തെ പറഞ്ഞ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ നീറ്റ് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു എക്സാമിനേഷൻ എഴുതിയ ശേഷം ഈ ഒരു കീം രജിസ്ട്രേഷൻ ചെയ്ത വെബ്സൈറ്റിൽ നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് നൽകണം. അങ്ങനെയാണ് നിങ്ങൾക്ക് കേരളത്തിലേക്ക് ഈ ഒരു കോളേജിൽ പ്രവേശനം ലഭിക്കുക. അതുപോലെ തന്നെ നീറ്റ് വഴി നിങ്ങൾക്ക് ഏകദേശം 50%ഓളം മെഡിക്കൽ കോളേജുകളിലെ സീറ്റ് റിസർവേഷൻ ഉണ്ട്. ആ ഒരു നീറ്റ് വഴി നിങ്ങൾക്ക് MCC, അതായത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി വെബ്സൈറ്റ് വഴിയുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തുകൊണ്ട് ആ ഒരു ഓൾ ഇന്ത്യ തലത്തിലുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം നേടണമെങ്കിൽ നിങ്ങൾ നാറ്റ എക്സാമിനേഷൻ എഴുതി അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കേരളത്തിലെ ആർക്കിടെക്ചർ കോളേജുകളിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നിവയുടെ +2 മാർക്കാണ് ഈ ഒരു എക്സാമിനേഷനായിട്ട്, അതായത് എക്സാമിനേഷന് ശേഷമുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നിങ്ങനെയുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ടോട്ടൽ 50% മാർക്ക് നേടിയിരിക്കണം. അത് ഫിസിക്സ്, കെമിസ്ട്രിക്ക് 50%, മാത്സിന് സെപ്പറേറ്റ് 50% മാർക്കാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കീം ഓൾറെഡി ഈ ഒരു പരീക്ഷ എഴുതാം. ഇത്ര മാർക്ക് നിങ്ങൾക്ക് വേണമെന്നില്ല. അതായത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമിനേഷൻ എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ മുൻ വർഷങ്ങൾ +2 തോറ്റ ശേഷം ഇപ്പോൾ +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ മുമ്പ് ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു എക്സാമിനേഷനായി രജിസ്ട്രേഷൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ +2ൻ്റെ ആ റിസൾട്ട് വരുന്ന സമയത്ത് മാത്രം നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആ ഒരു സമയത്ത് ജയിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ ഇതിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പബ്ലിക് എക്സാമിനേഷൻ തന്നെ മികച്ച മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി ഈ ഒരു നിങ്ങളുടെ +2ൻ്റെ മാർക്കും, അതുപോലെ തന്നെ കീമിൻ്റെ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും അഡ്മിഷൻ ലഭിക്കുക എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഈ ഒരു ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് വിദ്യാർത്ഥികളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ +2ൻ്റെ മാർക്കും, അതുപോലെ കീം എക്സാമിനേഷൻ്റെ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ പേപ്പർ 2 ആയിട്ടുള്ള മാത്സ് എന്നിവയുടെ മാർക്കും ഒരു ക്രോഡീകരിച്ച ഒരു നിശ്ചിത, അതായത് ഈ ഒരു സമവാക്യത്തിൽ, അതായത് ഏകദേശം ഒരു നിശ്ചിതമായിട്ട് ആ ഒരു ഇതുണ്ട്. അതായത് നിങ്ങളുടെ +2ൻ്റെ ഇത്ര മാർക്ക് ആനുപാതത്തിലെടുക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ റിസർവേഷൻ ഇത്ര പോയിന്റ്, ഇതൊക്കെ വെച്ചുകൊണ്ടൊരു ആ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കും. അതായത് പ്രത്യേക ഫോർമുലയിൽ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കും. അതുവഴിയാണ് നിങ്ങൾക്ക് പ്രവേശനം ഈ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് ലഭിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കോളേജ്, കോഴ്സ്, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ നൽകുന്നതിനായിട്ട്, അതായത് അലോട്ട്മെൻറ്റിനായിട്ട് നൽകുന്നതിനായിട്ടുള്ള അവസരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ, അതായത് എക്സാം കഴിഞ്ഞ ശേഷം അതിൻ്റെ റിസൾട്ട് വന്ന ശേഷം റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിനായിട്ട് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ +2 പബ്ലിക് എക്സാമിനേഷൻ തന്നെ മികച്ച മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ടാണ് ഫാർമസി കോഴ്സ്. അപ്പോൾ ഫാർമസി കോഴ്സിനും ഈ ഒരു കീം എക്സാമിനേഷനാണ് എഴുതേണ്ടത്. ഈ ഒരു കീം എക്സാമിനേഷനിൽ നിങ്ങൾക്ക്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ പഠിച്ചിരിക്കണമെന്നുള്ളതാണ് ഈ ഒരു ഫാർമസി കോഴ്സ്. അതുപോലെ തന്നെ മാത്സ് എന്നിവ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഫാർമസി കോഴ്സിൽ പ്രവേശനം നേടാൻ വേണ്ടിയുള്ള യോഗ്യത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കീം എക്സാമിനേഷൻ്റെ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി എന്നീ ആ ഒരു പേപ്പർ 1ൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫാർമസി കോഴ്സിലേക്കുള്ള റാങ്ക് പട്ടിക, അതായത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. നിങ്ങളുടെ +2ൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഫാർമസി കോഴ്സിൽ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിൽ നല്ല മാർക്ക് വാങ്ങിച്ച ശേഷം ഈ ഒരു കീമിൻ്റെ പേപ്പർ 1ൽ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മതിയാകും. ഇനി വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കീം എക്സാമിനേഷൻ രജിസ്ട്രേഷൻ വരുന്നത് ഏകദേശം മാർച്ച്, അതുപോലെ ഫെബ്രുവരി മാസത്തിലായിട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതായത് ഈ ഒരു എഞ്ചിനീയറിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ട ഇതിന് നേരെ ഒരു ബട്ടൺ ഇതുപോലെ കാണാൻ സാധിക്കും. അത് ടിക്ക് ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടത്. എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഈ ഒരു ഫാർമസി, അതുപോലെ തന്നെ മെഡിക്കൽ, അലൈഡ് കോഴ്സസ് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഏതൊക്കെ ഫീൽഡാണ് നിങ്ങൾ കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ടിക്ക് ചെയ്ത് നൽകിയാൽ മാത്രമേ ഈ ഒരു കോഴ്സുകളിലേക്കൊക്കെ പ്രവേശനം നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സയൻസ്, അതായത് +2 ബയോളജി സയൻസ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ മെഡിക്കൽ ഫീൽഡിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ സയൻസ് ഗ്രൂപ്പിൽ ബയോളജി ഇല്ലാത്ത സയൻസ് ഉണ്ടാവും. ആ ഒരു ഗ്രൂപ്പിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നേടാൻ സാധിക്കും. കീമിൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു വേണ്ട ഓപ്ഷൻസ് കറക്റ്റായിട്ട് നൽകേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ക്യുവറ്റ് എക്സാമിനേഷൻ. അത് ക്യുവറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള
എക്സാമാണ് ക്യുവറ്റ് എക്സാമിനേഷൻ, അത് CUET എക്സാമിനേഷൻ. ഈ ഒരു എക്സാമിനേഷൻ വഴി വിദ്യാർത്ഥികൾക്ക് വിവിധ കോളേജ്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതുപോലെ തന്നെ കേന്ദ്ര യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള കോളേജുകളിലേക്കുള്ള, അതായത് BSc ഇതുപോലുള്ള കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സാം രജിസ്ട്രേഷൻ ഏകദേശം മാർച്ച് ഫെബ്രുവരി മാസത്തിലാണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ക്യുവറ്റ് എക്സാമിനേഷൻ വഴി പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് കേന്ദ്ര സർവ്വകലാശാലകളിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു ഘട്ടത്തിൽ തന്നെ, അതായത് ആ ഒരു സമയത്ത് തന്നെ മാർച്ച് അതുപോലെ തന്നെ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ തന്നെ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഈ ഒരു നിങ്ങളുടെ അതായത് ഈ ഒരു എക്സാമിനേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിൽ പോയ ശേഷം വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലാണ് എക്സാം സെൻറ്റർ ഉണ്ടാവുക. അപ്പോൾ ഈ വർഷം കീം എക്സാമിനേഷൻ ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതിന് മൾട്ടിപ്പിൾ ആയിട്ട് ചോയ്സ് ഉണ്ടാകും. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് നേരെ കറസ്പോണ്ടിങ് ആയിട്ട് ABCD എന്നിങ്ങനെ ഉണ്ട്. ആ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ചോയ്സിന് കണക്കായിട്ട് നിങ്ങൾക്ക് അവിടെ റേഡിയോ ബട്ടൺ ഉണ്ടാവും, അതായത് ക്ലിക്ക് ചെയ്യാൻ അത് സെലക്ട് ആവുന്നത്. അപ്പോൾ ഇതുപോലുള്ള ആ ഒരു റേഡിയോ ബട്ടൺസ് കാണാൻ സാധിക്കും. ഇതിൽ കറക്റ്റ് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ചില എക്സാമിനേഷൻസിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ആൻസർ ചേഞ്ച് ചെയ്യുന്നതിനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ശരി ഉത്തരം മാത്രം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നെഗറ്റീവ് മാർക്ക് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ശരി ഉത്തരത്തിൻ്റെ മാർക്കിൽ നിന്നും നിശ്ചിത മാർക്ക്, അതായത് 3-1 മാർക്ക് കുറയുന്ന തരത്തിലാണ് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.